താങ്ക് യു ടൈറ്റസ് സർ ഫോർ എൻ ഇൻട്രസ്റ്റിംഗ് ടോക്ക്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാറ്റിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സാറിനോട് ചോദിക്കാം. ഗുഡ് ഈവനിങ് സാർ. ഞാൻ ശശിധരനാണ്. ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. സാറ് വളരെ നന്നായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാറ് വളരെ ലളിതമായിട്ട് വളരെ ടഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ അഭിനന്ദനങ്ങൾ. സാർ, എൻ്റെ സംശയം എന്ന് പറയുന്നത്, സാറ് പറഞ്ഞു സ്പേസ് എക്സ്പാൻഷൻ, അത് എനിക്ക് ഒരു മനസ്സിലായി. സാർ, ഇത് ഈ എക്സ്പാൻഷന് ഒരു പരിധി ഉണ്ടല്ലോ, അവസാനം ഇത് ഒരു സിംഗുലാരിറ്റിയിലേക്ക് ചുരുങ്ങി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേജിലായിരിക്കും ഈ സ്പേസിന്റെ ഒരു എക്സ്പാൻഷൻ നിൽക്കുന്നതും അത് തിരിച്ചിട്ട് അത് ഷ്രിങ്ക് ചെയ്ത് വരാൻ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും, ചുരുങ്ങി വരാൻ തുടങ്ങുന്നത് അങ്ങനെ അതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു സങ്കല്പം ഉണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ സാറിന് ആ ഒരു കാര്യത്തെക്കുറിച്ച്? യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാവിറ്റി ഉള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പാൻഷന്റെ സ്പീഡ് കുറഞ്ഞു വരികയും എവിടെയെങ്കിലും ചെന്ന് എക്സ്പാൻഷൻ നിൽക്കണം. നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അട്രാക്ഷൻ കാരണം കൺട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ തിരിച്ച് ബിഗ് ബാങ്ങിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ വരുമ്പോൾ നമുക്ക് മിനിമം ഐൻസ്റ്റീൻസ് തിയറി ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഡാർക്ക് എനർജി എന്നുള്ള അഡീഷണൽ കമ്പോണന്റ് അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാറ്ററും റേഡിയേഷനും അല്ലാതെ ഒരു തേർഡ് കമ്പോണന്റ് ഡാർക്ക് എനർജി. ഈ ഡാർക്ക് എനർജിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററും റേഡിയേഷനും ഡാർക്ക് മാറ്റർ ഉൾപ്പെടെ അട്രാക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് കർവേച്ചർ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ഡാർക്ക് എനർജി റിപ്പൽഷൻ. ഇപ്പൊ എന്തുകൊണ്ട് ആദിമ കാലഘട്ടങ്ങളിൽ ഡാർക്ക് എനർജിയുടെ ഇൻഫ്ലുവൻസ് വന്നില്ല? ഡാർക്ക് എനർജിയുടെ ഇൻഫ്ലുവൻസ് വരാത്തതിന് കാരണം അവന്റെ വാല്യൂ വളരെ ചെറുതായിരുന്നു. വാല്യൂ കോൺസ്റ്റന്റ് ആണ്. എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചോ കൺട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ചോ അതിന്റെ വാല്യൂ മാറത്തില്ല. അതേപക്ഷെ റേഡിയേഷന്റെ ഡെൻസിറ്റി യൂണിവേഴ്സ് വലുതാകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ മാറ്ററിന്റെ റേഡിയേഷന്റെയും ഡെൻസിറ്റി വളരെ കൂടുതലായിരുന്നു. വോളിയം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞു വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവയുടെ ഡെൻസിറ്റി വളരെയധികം കുറയുകയും ഡാർക്ക് എനർജി ഡെൻസിറ്റിയെക്കാളും കുറവാകുകയും ചെയ്യുന്ന ആ അവസരത്തിൽ ഡാർക്ക് എനർജി ഡെൻസിറ്റി ഡോമിനേറ്റ് ചെയ്യുകയും അട്രാക്ഷന് പകരം റിപ്പൾഷൻ ഡോമിനേറ്റ് ചെയ്യുകയും വേഗത കുറയുന്നതിന് പകരം വേഗത കൂടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വേഗത കൂടി പോയിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് ഇറ്റ് വിൽ ഒരു എൻലെസ് എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വോളിയം കൂടി അതിന്റെ ടെമ്പറേച്ചർ വികസിക്കും തോറും തണുത്തുകൊണ്ടേയിരിക്കും. അൾട്ടിമേറ്റ്ലി ദ യൂണിവേഴ്സ് വിൽ ഗോ ടു എ കോൾഡ് ഡെത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ ആക്സലറേഷൻ ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റിയുടെ മൂല്യത്തിൽ വ്യത്യാസം വല്ലതും വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാലക്സീസ് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് ചില തിയറീസ് പറയുന്നുണ്ട്. അന്തിമഘട്ടത്തിൽ വേണമെങ്കിൽ ഗാലക്സീസ് തന്നെ എക്സ്പാൻഡ് ചെയ്തേക്കാം, മാറ്റർ ആറ്റംസ് തന്നെ എക്സ്പാൻഡ് ചെയ്തേക്കാം. എന്ന് വെച്ചാൽ അത് ഗാലക്സീസിനെ റിപ്പ് ചെയ്യും, ഗാലക്സീസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. എന്തിന്? ശക്തമായ റിപ്പൾഷൻ ഉണ്ടെങ്കിൽ ആറ്റത്തിന് പോലും നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് തിയറി വെച്ചിട്ട് ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ എക്സ്പാൻഷൻ ആണ്. കാര്യമായിട്ടുള്ള ഡൈനാമിക്സ് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്പോണൻഷ്യൽ എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് യൂണിവേഴ്സ് പോകാം. ഒരു ടി-സിറ്റർ എക്സ്പാൻഷൻ അനന്തമായിട്ട് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് ലോജിക്കലായിട്ട് ഇതിനകത്ത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ കൺട്രാക്റ്റിംഗ് യൂണിവേഴ്സ് അല്ലെങ്കിൽ സിംഗുലാരിറ്റി, ഇനിഷ്യൽ സ്റ്റേജിൽ സിംഗുലാരിറ്റി മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗൺസിങ് യൂണിവേഴ്സ്, അങ്ങനെ ഒരു ബൗൺസിങ് ഫ്യൂച്ചറിൽ ഉണ്ടായിക്കൂടെ എന്നൊക്കെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കുകയും പിന്നെ എന്താ പറയുക എൻ്റെ തിയറി കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ദ യൂണിവേഴ്സ് വിൽ എക്സ്പാൻഡ് ഫോർ എവർ ആൻഡ് ദ ടെമ്പറേച്ചർ വിൽ റെഡ്യൂസ് ഫോർ എവർ. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു എ കോൾഡ്, ultra cold universe. That is the future of the universe.
as we understand it today. സാറേ ഫ്യൂച്ചറിൽ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ഈ ടെമ്പറേച്ചർ സ്പേസിന് ഔട്ടറിലേക്ക് എമർജ് ചെയ്യുന്നെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് കോൾഡ് സ്റ്റേജിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും, അതോ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് ഡിസിപ്പേറ്റ് ഇൻസൈഡിൽ തന്നെ ഡിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്? എങ്ങനെയാണ് അത് കോൾഡ് സ്റ്റേജിലേക്ക് പോകുന്നത്? അല്ല, നമ്മളിപ്പോൾ സാധാരണ ഒരു ഗ്യാസ് എടുക്കുക. ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതോറും അത് തണുത്ത് വരുമല്ലോ. വോളിയം കൂടുന്നതോറും അതിന്റെ എനർജി കുറയും. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ആവറേജ് ആണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്നതോറും അത് തണുത്ത് വരും. അപ്പോൾ ഈ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നതോറും പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ കുറഞ്ഞു വരും. പ്രപഞ്ചത്തിലുള്ള ടെമ്പറേച്ചർ ശരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താ പറയുക, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ആദ്യകാലത്ത് വളരെ ഭീകരമായ ടെമ്പറേച്ചർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 2.7 ഏതാണ്ട് ഒരു ആവറേജ് 3 കെൽവിൻ അടുത്തേ ഉള്ളൂ. അപ്പോൾ 3 കെൽവിനാണ് ഇപ്പോഴത്തെ പ്രപഞ്ചത്തിന്റെ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇനി എക്സ്പാൻഷൻ തുടർന്നു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ വീണ്ടും 3 കെൽവിന് താഴെ പോകും. മൊത്തം ടെമ്പറേച്ചർ ലോക്കലായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ അല്ല, മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ, യൂണിവേഴ്സിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു കോൾഡ് സ്റ്റേജ് ആണ് ഇപ്പോൾ നമ്മൾ പ്രസന്റ് തിയറി വെച്ച് പറയാം. അപ്പോൾ ഈ പ്രസന്റ് തിയറിക്ക് ഒരുപാട് പോരായ്മകളുണ്ടല്ലോ. പ്രിവൈലിംഗ് തിയറി എന്ന് പറയുന്നത് ഐൻസ്റ്റൈൻസ് തിയറിയാണ്. ഐൻസ്റ്റൈൻസ് തിയറിക്ക് ഈ മോഡിഫിക്കേഷൻ കൂടിയേ തീരൂ, കാരണം ഒരുപാട് കാര്യങ്ങൾ അത് പരാജയപ്പെടുന്നുണ്ട്. ഒരു കറക്റ്റ് തിയറി, ഒരു ന്യൂ ഗ്രാവിറ്റി തിയറി വേണം. ആ ഗ്രാവിറ്റി തിയറി വന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്വാണ്ടം മെക്കാനിസമായിട്ട് ഇതിനെ യോജിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റൊക്കെ മാറിയേക്കാം. അതായത് വി നീഡ് എ കറക്റ്റ് തിയറി ഓഫ് ഗ്രാവിറ്റി. ഐൻസ്റ്റൈൻസ് തിയറി ഈസ് നോട്ട് ദ ലാസ്റ്റ് വേർഡ്. ഓക്കെ, 1965 ന്യൂട്ടോണിയൻ തിയറി വന്നു, 2015 ഐൻസ്റ്റൈൻസ് തിയറി വന്നു. അപ്പോൾ ഇതൊന്നും ലാസ്റ്റ് വേർഡ് അല്ല. അപ്പോൾ വി ആക്ച്വലി നീഡ് എ ന്യൂ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻസ്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സർ. ഞാൻ രാജു പറയാം, ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഇപ്പം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായാലും ഈ പ്രൊഫസർ പത്മനാഭന്റെ തിയറി അനുസരിച്ച് യൂണിറ്റ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള റീസൺ ലോ ഓഫ് എൻട്രോപ്പി ആണല്ലോ. ഓക്കെ, ഇതിൽ dVh/dt എന്ന് പറയുന്നത് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലോ. പൊതുവെ തെർമോഡൈനമിക്സിൽ ഒരിടത്ത് ഞാൻ എൻട്രോപ്പി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളൊരു ടേം കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇത് സർഫസ് ഏരിയയുമായിട്ട് ഇതുപോലെ തന്നെ സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? സോ യുവർ ക്വസ്റ്റ്യൻ ഈ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത് ന്യൂ കൺസെപ്റ്റ് ആണെന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ dVh/dt അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ്, ക്യാൻ യു കണക്ട് ഇറ്റ് വിത്ത് എൻട്രോപ്പി ഇൻക്രീസ്? അതാണോ ചോദിച്ചത്? ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ തെർമോഡൈനാമിക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ തെർമോഡൈനാമിക് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത് പോലെ തന്നെ ഈ പത്മനാഭന്റെ ഇക്വേഷൻ നമുക്ക് തെർമോഡൈനാമിക്സുമായിട്ട് കണക്ട് ചെയ്യാം. ഇതിനെ നമുക്ക് ഫസ്റ്റ് ലോയിലും കണക്ട് ചെയ്യാം, സെക്കൻഡ് ലോ ആയിട്ടും കണക്ട് ചെയ്യാം. വൺസ് യു കണക്ട് ദാറ്റ്, യു വിൽ സീ ദാറ്റ് this equation is actually a culmination of first law and second law of thermodynamics. അപ്പോ രണ്ടിന്റെയും കൂടി ഒരു യൂണിയൻ ആണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ലോ. അങ്ങനെ ഒരു യൂണിയൻ നമ്മൾ ഫ്രീഡ്മാൻ ഇക്വേഷൻ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. യു ഹാവ് ടു ഇമ്പോസ് തെർമോഡൈനാമിക്സ് ലോ അഡീഷണലി, അറ്റ്ലീസ്റ്റ് എൻട്രോപ്പി ചേഞ്ച് എങ്കിലും. ബട്ട് ഈ ലോ, ഈ സിമ്പിൾ ഇക്വേഷൻ ഈസ് ആക്ച്വലി എന്താ പറയുക, as far as I know, it is the only equation which is a culmination of first and second laws of thermodynamics. So actually this is a thermodynamic law. It predicts expansion of the universe as a process of increasing entropy of the universe. ഞാൻ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ശരിയാണോ? വേരിയേഷൻ ഓഫ് എ തെർമോഡൈനാമിക്
quantity with respect to time, especially something related to entropy. അത് പുതിയൊരു കറക്റ്റ്. അല്ലേ? പുതിയൊരു തരം ഇക്വേഷൻ ആണോ എന്ന് ഞാൻ ചോദിച്ചത്. അല്ല, അതിനകത്ത് പൊതുവെ എന്ന് പറയുന്നത് ദിസ് ഇക്വേഷൻ ഈസ് ആക്ച്വലി കൾമിനേഷൻ ഓഫ് ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അങ്ങനെ ഒരു കൾമിനേഷൻ ഫ്രീഡ്മാൻ ഇക്വേഷനിൽ ഇല്ല. ഇല്ല. അടുത്തതായി PM നാരായണൻ ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാം. It's a very interesting lecture, but I have a lot of questions. Maybe why I'm asking this is because please consider me as a person who is still living in the Newtonian physics world. I have no clue about the quantum world of physics, but I studied physics years back. But my question is that what I understand from your lecture is that almost everything now around us is an emerging property. Even gravity is an emerging property, space is an emerging property. That make me, as a student of physics, like the way we studied physics, there was a lot of certainty in the whole structure. So if it is an emerging property, I mean, that certainty is something that is losing at the first front. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എ കൈൻഡ് ഓഫ് റാൻഡം കൈൻഡ് ഓഫ് തോട്ട്, എനിക്ക് തോന്നുന്നു ഈ സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പേസ് ഘനീഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്ററായി മാറുന്നു എന്നുള്ളൊരു, I don't know, I don't have any proof for that, but the way you are presenting it, like, you know, the atoms inside, an atom on the periphery, on the surface is same, means there is no expansion, it's a constant. When the moment it changes, then there is a dynamics and it start expanding. So this shift in equilibrium, there's this change of equilibrium between the atoms inside and atoms on the surface, create this, what is it called, you know, the expansion of the universe. എനിക്ക് എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പേസ് അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അത് മാറ്ററായി മാറിപ്പോകും കുറച്ച് കഴിഞ്ഞാൽ? Okay. As far as I understand your question, first point is everything is emerging. That is not. നമ്മൾ പറയുന്നത് ഗ്രാവിറ്റി ഒരു എമർജന്റ് ഫിനോമിനൻ ആണ്. സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനൊരു എമർജന്റ് ഫിനോമിനൻ. സോ ഇറ്റ്സ് എമർജിങ് ഫ്രം സം മോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് സ്പേസിന്റെ കാര്യത്തിൽ, അറ്റ്ലീസ്റ്റ് സ്പേസിന്റെ കാര്യത്തിലേക്ക്, ടൈമിന് നമുക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്പേസ് ക്യാൻ എമർജ് ഫ്രം സം മോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. വിച്ച് ഈസ് ദാറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? നമ്മൾ ആറ്റംസ് ഓഫ് സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ആറ്റംസ് ഓഫ് സ്പേസ്. നമുക്കതിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോൾസ്മാൻ കൗണ്ട് ചെയ്തതുപോലെ നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ ഡൈനാമിക്സ് എന്താണെന്നോ അതിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്തോ ആണെന്നോ നമുക്ക് ഇപ്പോഴും അങ്ങനെ കറക്റ്റ് വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ എമർജൻറ്റ് നല്ല നമ്മളീ പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഈ ഗ്രാവിറ്റി എന്ന ഫിനോമിനൻ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി അല്ല. അതേപോലെ തന്നെ സ്പേസ്, നമ്മൾ ഈ പറയുന്ന ഒരു കണ്ടിന്യൂസ് സ്പേസ് ഒരു ഫണ്ടമെന്റൽ അല്ല. ഇറ്റ് ഈസ് എമർജിങ് ഫ്രം സം മോർ ഫണ്ടമെന്റൽ ഒബ്ജക്ട്സ് കോൾഡ് ആറ്റംസ് ഓഫ് സ്പേസ്. ഈ ആറ്റംസും ഈ മാറ്ററിലെ ആറ്റംസും ആറ്റംസും ഒന്നാണോ? അല്ല, ഒന്നല്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ്? We don't know what is actually space atoms. മാറ്റർ ആറ്റത്തിനെ കുറിച്ച് നമുക്ക് അതിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഉണ്ടാവും? ഇല്ല, അതൊന്നും നമുക്കറിയില്ല. We don't know. മാറ്റർ ആറ്റത്തിനെ കുറിച്ച് നമുക്ക് ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഇത് അതെ നമ്മൾ അതായത് ഇന്നിപ്പം ബോൾസ്മാൻ 1860-കളിൽ മാറ്ററിന് അറ്റോമിക് സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോബഡി ബിലീവ്സ്. കറക്റ്റ്, യെസ്. അതെ. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോഴത്തെ സ്പേസ്
സ്പേസ് ആറ്റംസ് ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നത്. ഓക്കെ, 860 കഴിഞ്ഞ് 900-കളിലേക്ക് എത്തിയപ്പോഴത്തേക്കും വി കൺഫേംഡ് ദാറ്റ് there are atoms, മാറ്റർ കമ്പോസ് ചെയ്തിരിക്കുന്ന ആറ്റം കൊണ്ടാണ്, അതിന് ന്യൂക്ലിയസ് ഉണ്ട്, പുറത്ത് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പടിപടിയായിട്ട് ഈ നോളജിലേക്ക് നമ്മൾ ഒബ്സർവേഷനിൽ കൂടെ തിയറി കൂടെ കടന്നു വന്നത്. ഇതിപ്പോ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. അൺഫോർച്ചുനേറ്റ്ലി ദ സൈസ് ഓഫ് സ്പേസ് ആറ്റം ഇസ് സോ സ്മോൾ. അതുകൊണ്ട് ഇതിനെ പ്രോബ് ചെയ്യാനുള്ള ടെക്നോളജി നമുക്കില്ല. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും യൂണിവേഴ്സിൽ വേറെ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ, അതുവഴി അവനെ നമുക്ക് എൻ്റെ സവിശേഷത എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണെന്ന് എങ്കിലും നമുക്കൊരു ക്ലിയർ എമർജൻസ് ഓഫ് ഗ്രാവിറ്റി, എമർജൻസ് ഓഫ് സ്പേസിനെ കുറിച്ചൊരു ഫുൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി ആ കാലത്തെ വരത്തുള്ളൂ. രണ്ടാമത് സ്പേസ് ആറ്റംസും മാറ്റർ ആറ്റംസും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുമെന്നുള്ളത്. ദാറ്റ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതൊരു വളരെ എന്താ പറയുക, ഒരു സിമെട്രി. പണ്ട് റേഡിയേഷന് വേവ് നേച്ചറുണ്ട്, മാറ്റർ പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അത് പ്രൂവ് ചെയ്തു. എന്നിട്ട് മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചറേ ഉള്ളൂ, വേവ് നേച്ചർ ഉണ്ടെന്ന് ഡിബ്രോയി പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ല. അതെ. എന്നിട്ട് GP തോംസനൊക്കെ അത് ഇലക്ട്രോൺ സ്കാറ്ററിങ്ങും ഡൈഫ്രാക്ഷനും ഇന്റർഫറൻസും ഒക്കെ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് മാറ്ററിനും ഈ വേവ് പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 3 എലിമെന്റ്സിൽ സ്പേസ് ടൈം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി 2 കമ്പോണൻസിനും അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഒരു ഈസ്തെറ്റിക് സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ വൈ നോട്ട് സ്പേസ് ടൈം ക്യാൻ ഓൾസോ ഹാവ് ആൻ അറ്റോമിക് സ്ട്രക്ചർ. സ്പേസും റേഡിയേഷനും ഹീറ്റ് ക്യാരി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് മാറ്ററിനും റേഡിയേഷനും ഹീറ്റ് ക്യാരി ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സ്പേസിന് പറ്റില്ല? അപ്പോൾ നമുക്ക് ഇപ്പൊ എമർജ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോക്കിങ്ങിന്റെ റിസർച്ച് തൊട്ട് തെളിഞ്ഞു വരുന്നത് ഗ്രാവിറ്റിയും തെർമോഡൈനാമിക്സും തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ലോ വയലേഷൻ ബ്ലാക്ക് ഹോൾസിൽ മറികടക്കാൻ പറ്റില്ല. അപ്പം ആ കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ സാർ ഐ എം ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കംപ്ലീറ്റ് സ്പേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞനുസരിച്ച് സ്പേസിൽ ഒരു ഗോഷ്യസ് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലത്തെ ആറ്റംസിന്റെ എണ്ണം സർഫസിലെ ആറ്റംസിന്റെ എണ്ണം തുല്യമാണെങ്കിൽ അത് സ്റ്റാഗ്നന്റ് ആയി എന്നുള്ളതാണ്. ദ മൊമെന്റ് ഇറ്റ് ചേഞ്ചസ് അത് ഡൈനാമിക്സ് ഇല്ല, അതിന്റെ ഡൈനാമിക്സ് ഇല്ല. അങ്ങനെ ഡൈനാമിക്സ് ഇല്ലാത്ത സ്പേസ് ആണോ മാറ്റർ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്പേസ് ആറ്റംസും പിന്നെ മാറ്ററിന്റെ ആറ്റംസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ കൗണ്ട് ചെയ്യുന്ന രീതിയിലെങ്കിലും ഡിഫറൻസ് ഉണ്ട്. നമ്പർ ഡിഫറെൻ്റ് ആണ്, സൈസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് സ്റ്റാറ്റിക് സ്പേസിലുള്ള സ്പേസ് ആറ്റംസ് ആണ് മാറ്റർ ആറ്റംസ് എന്ന് പറയാൻ പറ്റത്തില്ല. മാറ്റർ ആറ്റംസും സ്പേസ് ആറ്റംസും ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റംസും അതിനകത്തുള്ള മാറ്റർ ആറ്റംസും ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഡൈനാമിക്സ് നള്ളിഫൈ ചെയ്യാൻ പറ്റുന്നത്, സ്റ്റാറ്റിക് ആവുന്നത്. That doesn't mean that these 2 atoms are one and the same. Okay. They are different. They are different. സാറേ ഇത് ഈ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? കാണാമായിരുന്നു. എങ്ങനെ? സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാം. സ്ക്രീൻ സ്റ്റോപ്പ്. അടുത്തതായിട്ട് ശ്രീകാന്ത് ഹരികുമാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിത് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ശ്രീകാന്ത് ഹരികുമാറാണ്. ശ്രീകാന്ത്. ഹലോ. ഓക്കെ. I'm stop sharing the screen. Thank you, Tejas sir, for a very nice talk. So, എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സ്പേസിന് ഒരു മൈക്രോ സ്ട്രക്ചർ ഉണ്ട്. ആ മൈക്രോ സ്ട്രക്ചർ കൊണ്ടാണ് സ്പേസ് ടൈം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് സ്പേസ് ഈസ് എൻ എമർജന്റ് ക്വാണ്ടിറ്റി. പക്ഷേ ടൈം
എന്തുകൊണ്ട് എമേർജ് ആകുന്നില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടോ? നമ്മൾ സ്പേസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തപോലെ നമ്മൾ ടൈമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല. വി ഡോണ്ട് നോ വാട്ട് ഈസ് ആക്ച്വലി ടൈം. ഓൺലി സ്കോപ്പ് വി ഹാവ് ഇറ്റ്സ് റിലേറ്റഡ് ടു സം എന്താ പറയുക ആരോ ഓഫ് ടൈം റിലേറ്റഡ് ടു ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. അല്ലാതെ നമുക്ക് സ്പേസിനെ കോൺട്രേസ് ചെയ്യാനോ ടൈമിനെ കോൺട്രേസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു 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 ആസ്പെക്റ്റിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ടൈം ഈസ് സ്റ്റിൽ ആൻ ഏലിയൻ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഓൺലി എ പാരാമീറ്റർ വെൻ യു ആർ ഡീലിംഗ് വിത്ത് ദ ഡൈനാമിക്സ് ഓഫ് ദ ബോഡി. ഓക്കെ, താങ്ക് യു. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ഒരു മോഡിഫിക്കേഷൻസ് ടു ഗ്രാവിറ്റി ഉണ്ട്. പല 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 ഇന്റർപ്രിട്ടേഷൻസ്, ഇപ്പോൾ ജനറലേറ്റിവിറ്റി അല്ലാതെ. പക്ഷേ അങ്ങനത്തെ തിയറീസ് ഒക്കെ മിക്കതും നമുക്ക് ഒബ്സർവേഷണലി കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ എമർജൻ ഗ്രാവിറ്റി എന്തെങ്കിലും രീതിയിൽ ലൈക്ക് ഒന്ന് ഫോൾസിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാനോ എക്സ്പെരിമെന്റലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ലൈക്ക് നിയർ ഫ്യൂച്ചറിൽ ഉണ്ടോ എക്സ്പെരിമെന്റലി? ശരിക്കും നമുക്ക് ഒബ്സർവേഷണലി വെരിഫൈഡ് ആയിട്ടുള്ള ഏക ഗ്രാവിറ്റി തിയറി ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഗ്രാവിറ്റി തന്നെയാണ്. അതിന് കുറേ ഓൾട്ടറേഷൻസ് ഉണ്ടെങ്കിലും ആ ഗ്രാവിറ്റി തിയറീസ് ഒന്നും അങ്ങനെ ഒബ്സർവേഷണലി വെരിഫൈഡ് അല്ല. ഐൻസ്റ്റീൻസ് തിയറി പോലെ ഒബ്സർവേഷണലി വെരിഫൈഡ് അല്ല. അല്ല, പക്ഷെ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. സോറി, നമുക്ക് കൺസ്ട്രെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്താ പറയാ, വേരിയേഷൻസിനെ കുറെ പേര് പറയാം. ഇപ്പോൾ ഗോസ് ബോണൽ ഗ്രാവിറ്റി, ലെവൽ ഓഫ് ഗ്രാവിറ്റി, ഇതൊക്കെ കൺസ്ട്രെയിൻ ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് ന്യൂ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് കൺസ്ട്രെയിൻ ചെയ്യണം. അത് നമ്മൾ ഒബ്സർവേഷനുമായിട്ട് കൺസ്ട്രെയിൻ ചെയ്യണം. അങ്ങനെയുള്ള നമുക്ക് അങ്ങനെയൊന്നും വിജയിച്ചിട്ടില്ല. നമുക്ക് ആ കൂടി ഇപ്പൊ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റൈൻസ് തിയറിക്ക് ഒരുപാട് പരാധീനതകളുണ്ട്. ഗ്രാവിറ്റിയും ഐൻസ്റ്റൈൻസ് തിയറിയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ തെർമോഡൈനാമിക്സ് ആണ്. ആ ഒരു ആസ്പെക്ട് ഐൻസ്റ്റൈൻസ് തിയറി വേണ്ട രീതിയിൽ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് അക്കൗണ്ട് ചെയ്യുന്ന ഒരു പുതിയ ഗ്രാവിറ്റി തിയറി വരും. ഇപ്പോ നമ്മള് ഐൻസ്റ്റൈൻസ് ഗ്രാവിറ്റി തിയറി വന്നത് എങ്ങനെയാ? ഒന്ന്, ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി തിയറി ഇൻസ്റ്റന്റേനിയസ് പ്രൊപ്പഗേഷൻ ആണ്. രണ്ട്, ഗ്രാവിറ്റി എങ്ങനെ ലൈറ്റിനെ അഫക്ട് ചെയ്യുന്നു ഐൻസ്റ്റൈൻസ് ന്യൂട്ടോണിയൻ തിയറിക്ക് അറിയില്ല. അല്ലെങ്കിൽ പെരിഹീലിയൻ ഷിഫ്റ്റ് പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ന്യൂട്ടോണിയൻ തിയറി പരാജയപ്പെട്ടു. ഈ ഒരു അവസരത്തിലാണ് ഒരു റിലേറ്റിവിസ്റ്റിക് തിയറി ഓഫ് ഗ്രാവിറ്റിയുടെ ആവശ്യം വരുന്നത്. അങ്ങനെ റിലേറ്റിവിറ്റി തിയറിയും ന്യൂട്ടോണിയൻ ഗ്രാവിറ്റിയും കൂടി കമ്പൈൻ ചെയ്തപ്പോഴാണ് ഐൻസ്റ്റീൻ മനസ്സിലാക്കിയത് ഗ്രാവിറ്റി എന്ന് പറയുന്ന കർവേച്ചർ ആണെന്നുള്ളത്. റൈറ്റ്? ഇനി നമുക്ക് വേണ്ടത് there is a strong connection between gravity and thermodynamics. ഇത് 100% ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിന്റെ എല്ലാ ആസ്പെക്റ്റും വിശദീകരിക്കാൻ പറ്റുന്ന ഒരു പുതിയ ഗ്രാവിറ്റി തിയറി വരും. അത് അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് സച്ച് എ തിയറി. പക്ഷെ ഇതൊന്ന് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ജോമെട്രിക് അല്ല തെർമോഡൈനമിക് ആണെന്ന് എന്തെങ്കിലും എക്സ്പെരിമെന്റലി നമുക്കൊന്ന്? അല്ല, ജോമെട്രിക്കലാണെന്ന് നമുക്ക് വാലിഡിറ്റി ഇപ്പോഴും ഉണ്ട്. ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഹോൾസ്, ഇതെല്ലാം ഷോസ് ദാറ്റ് ഗ്രാവിറ്റി ഈസ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം. അങ്ങനെ തെർമോഡൈനാമിക്സ് കണക്ട് ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ വിൻഡോ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോൾസ് ആണ്. ബ്ലാക്ക് ഹോൾസിന് നമുക്ക് സെക്കൻഡ് ലോ വയലേഷൻ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഇതിനെ ഒരു തെർമൽ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തേ പറ്റൂ. അങ്ങനെ നിങ്ങൾ കരുതി കഴിഞ്ഞാൽ യു വിൽ സൂൺ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് Einstein equation is exactly thermodynamic laws. ഇതൊരു proven result ആണ്. Einstein's equations are exactly laws of thermodynamics on the surface of a black hole. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇത് ബ്ലാക്ക് ഹോൾസിന്റെ സർഫസിൽ മാത്രം വരുന്ന ഒരു പെക്യുലിയർ പ്രോപ്പർട്ടിയാണ്. യു ഡോണ്ട് നോ വാട്ട് ഈസ് ദ റീസൺ. ബ്ലാക്ക് ഹോൾസിൽ ഐൻസ്റ്റൈൻ ഇക്വേഷൻ തെർമോഡൈനാമിക് സ്വഭാവം കൈവരിക്കുന്നു. അത് ബ്ലാക്ക് ഹോൾസിന്റെ മാത്രം ഒരു സവിശേഷതയാണ്. പിൽക്കാലത്ത് അങ്ങനെയല്ല. ഗ്രാവിറ്റി ഇക്വേഷൻ ബ്ലാക്ക് ഹോൾസിൽ നിന്നല്ല എവിടെയും തെർമോഡൈനാമിക്സ് ലോസിന് സമമാണ് എന്ന്. അത് കറക്റ്റായിട്ട് എന്താ പറയുക ഇൻകോർപ്പറേറ്റ് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ വിജയിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ആസ്പെക്ട് കൂടി നമുക്ക് ഉൾക്കൊള്ളുന്ന 100% ഉൾക്കൊള്ളുന്ന ഒരു മോഡേൺ തിയറി വേണം. അടുത്തതായി രതീഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്.
ആ രതീഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് രാജഗോപാൽ സാറിന് സംസാരിക്കാം. സർ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ, എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ പുതിയ തിയറി യൂസ് ചെയ്യാന്നാണ് സാറ് പറയുന്നത്, ഓക്കെ, അതെ അല്ലേ? അതെ. സർ, എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിയലി എന്താണ് സാർ എക്സ്പാൻഡ് ചെയ്യുന്നത്? ആക്ച്വലി അതായത് ഐൻസ്റ്റൈൻസ് തിയറി വെച്ച് നിങ്ങൾ അതായത് ഗ്രാവിറ്റേഷണൽ ആറ്റംസ് ഗ്രാവിറ്റേഷണൽ ആറ്റംസിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഏരിയ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഏരിയയിലേക്ക്, അല്ല, നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഏകദേശം അതുപോലെ ഫീൽ ചെയ്യുന്നു, ഒരു ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക്. നോട്ട് എക്സാക്ട്ലി. നമ്മൾ ഐൻസ്റ്റൈൻസ് തിയറി വെച്ച് നോക്കുമ്പോൾ എക്സ്പാൻഷൻ മീൻസ് എക്സ്പാൻഷൻ ഓഫ് സ്പേസ്. And the space is carrying the galaxies along with it. Therefore, it is apparently seeing that galaxies are moving away from each other. So, expansion of universe means expansion of space. അപ്പോൾ നമ്മൾ ഈ എമർജന്റ് പാരഡൈത്തിലേക്ക് വരുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ആക്ച്വലി എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, റൈറ്റ്? സോ എവറിതിങ് ഈസ് എന്താ പറയുക, is explaining on the basis of laws of thermodynamics. So a system is changing its dynamics or proceeding its dynamics in order to maximize the entropy. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം, പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് പറയുന്നത് അതിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു തെർമോഡൈനാമിക് അപ്രോച്ച് കൊണ്ടുവരാം. ആ ഒരു തെർമോഡൈനാമിക് അപ്രോച്ചിന് ഇക്വിവാലന്റ് ആണ് എമർജന്റ് സ്പേസ് പാരഡൈം. കാരണം തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടി സ്പേസിനുണ്ട്, അതാണ് ഗ്രാവിറ്റി എന്ന് എടുത്തു കഴിഞ്ഞാൽ യു കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് സ്പേസ് ഹാസ് ഗോട്ട് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. അപ്പോൾ പിന്നെ വരുന്നത് സ്പേസ് ആറ്റംസിൻ്റെയും മാറ്റർ ആറ്റംസിൻ്റെയും തമ്മിലൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരു സ്പേസിൻ്റെ ഡൈനാമിക്സ് ഗവേൺ ചെയ്യുന്നത് സ്പേസിൻ്റെ ബൗണ്ടറിയിലുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണവും ആ വോളിയത്തിനകത്തുള്ള സാധാരണ ഗ്രാവിറ്റേറ്റിംഗ് മാറ്ററിന്റെ ആറ്റങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടിട്ടാണ്. ഈ തിയറി തന്നെ യൂസ് ചെയ്തിട്ട് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സർ? ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒറിജിൻ പോയിന്റിൽ മാറ്റർ വേവ് ഉണ്ടായിരുന്നില്ല, At present, we don't know how to formulate this law at the very early stages of the universe. അപ്പോൾ ഞാൻ സ്ക്രീനിൽ അവസാനം കാണിച്ച ഈ ആറ്റങ്ങളുടെ വ്യത്യാസം കൊണ്ടുള്ള എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ബിഗിനിങ് സ്റ്റേജിൽ ഉപയോഗിച്ചിട്ട് സിംഗുലാരിറ്റി എന്നുള്ള കാര്യം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ക്ലിയർ അല്ല. So you have to formulate this equation for the very early stages of the universe, where radiation is the dominant component, or there was a initial accelerated. Sir, so that question is still open. Sir, ഒരു കാര്യം കൂടി സർ, മൂന്നാമത്, അതായത് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ആറ്റംസ് ആണെങ്കിൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ലാതാവുകയല്ലേ? അപ്പൊ ഈ ആറ്റം മാത്രമാണ് മൂവ് ചെയ്യുന്നത്, സ്പേസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? No, it is not like that. നിങ്ങൾക്കിപ്പോ ഗ്യാസ് ഉണ്ട്, ഗ്യാസിൽ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് ഈസ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ നമുക്ക് അതിനെ കണ്ടിന്യൂന്റ് രീതിയിലും എടുക്കാം, അതാണ് തെർമോഡൈനാമിക്സ്. അല്ല, നിങ്ങൾക്ക് അതിനെ ഡിസ്ക്രീറ്റ് രീതിയിലും എടുക്കാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പോലെ. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്പേസ് ഡിസ്ക്രീറ്റ് ലെവലിൽ അത് ഇറ്റ് ഹാസ് ഗോട്ട് ആൻ അറ്റോമിക് സ്ട്രക്ചർ. അപ്പോൾ ആ സ്ട്രക്ചറിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾ തെർമോഡൈനാമിക്സ് നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഇല്ലേ, അതേപോലെ ആറ്റംസിന്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് തെർമോഡൈനാമിക്സിൽ വരാമെന്ന് പറയുന്നത് പോലെ സ്പേസ് ആറ്റംസിന്റെ ബേസിക് അറ്റോമിക് പ്രോപ്പർട്ടീസിൽ നിന്നും
എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൾക്ക് പ്രോപ്പർട്ടീസിലേക്ക് നിങ്ങൾക്ക് വരാം. അതാണ് ഈ തിയറിയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. You need not quantize gravity. Instead, you should assume that gravity is an emergent phenomenon and space is actually discrete at the fundamental level. So you should approach from the world of atoms of space and use some statistical mechanics. നമ്മൾ തെർമോഡൈനാമിക്സ് ചെയ്യുന്നത് പോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബൾക്ക് പ്രോപ്പർട്ടീസിലേക്ക് എക്സ്പാൻഷൻ ഒക്കെ പഠിക്കാം. That approach is still in the infancy stage, even though some very, very strong predictions are there. ഈ പറയുന്ന പോലെ ആറ്റംസ് എക്സ്പാൻഡ് ചെയ്യുന്നതല്ല, ആറ്റംസ് ജനറേറ്റ് ചെയ്യുകയാണ്, സ്പേസ് ആറ്റംസ് ജനറേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സ്റ്റിൽ എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചോളം ഇനിയും ക്ലിയർ ആകേണ്ട ചില ഒരുപാട് സംഗതികളാണ് അതൊക്കെ. താങ്ക് യു സർ. ഞാൻ ചില പ്രശ്നം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഐഡിയൽ ഗ്യാസിന്റെ എന്താ പറയുന്നുണ്ട്, കാരണം ഞാൻ വിവരിക്കാം. ഐഡിയൽ ഗ്യാസിന്റെ സിറ്റുവേഷനിൽ എൻട്രോപ്പി ഗ്യാസിന്റെ എനർജി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മറ്റു മാനിപ്പുലേഷൻസ് പോസിബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഈ ഡിസ്ട്രാക്ഷൻ പ്രിൻസിപ്പിൾ പോലത്തെ കാര്യങ്ങളും അതിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ വെർഷൻ, ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിലുള്ള പോലത്തെ വെർഷനും ഡയറക്റ്റ് ആയിട്ട് എൻട്രോപ്പി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇക്വേഷനിൽ ഈ ഫോർമുലേഷനെല്ലാം ലോ ഓഫ് എൻട്രോപ്പി വെച്ചിട്ടാണല്ലോ ഉള്ളത്. ഐഡിയൽ ഗ്യാസിൽ ചെയ്യുന്നത് പോലെ ഈ യൂണിവേഴ്സിന്റെ എനർജി ആയിട്ടൊരു ലിങ്ക് ഉണ്ടാക്കാൻ പോസിബിൾ ആണോ? എന്തെങ്കിലും കാര്യമായിട്ട് വേറെ മാനിപ്പുലേഷൻ നടത്താൻ പറ്റും? അല്ല, നമ്പർ ഓഫ് ആറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ എനർജി, റൈറ്റ്? ആ, അതെ. You can relate it to the energy. പക്ഷെ ആ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലേ? ഐഡിയൽ ഗ്യാസിൽ എനർജി ആയിട്ട് ഡയറക്റ്റ് ലിങ്ക് വന്നതുകൊണ്ട് ഈ ഡിസ്ട്രാക്ഷൻ പ്രിൻസിപ്പിൾ പോലത്തെ എന്തെങ്കിലും പ്രിൻസിപ്പിൾ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. Distraction principle create here, but you should define your variable. ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. Here the thermodynamic variable may be the heat content, or even ശരി. entropy can be the variable, ആ, or entropy density can be the variable. നമുക്ക് ഡിസ്ട്രാക്ഷൻ പ്രിൻസിപ്പിൾ ഒക്കെ എഴുതാം. ഓ ശരി. അപ്പൊ മൾട്ടിവേഴ്സ് ഒക്കെ ആരും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്നാലും ഹൈപ്പോത്തറ്റിക്കലായിട്ട് മൾട്ടിവേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റുമോ? എന്റെ മനസ്സിൽ വരുന്നത് അല്ല, അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം. പക്ഷെ നമുക്ക് ഇവിടെ ആക്ഷൻ പ്രിൻസിപ്പിൾ, കാരണം ഒരു ഫണ്ടമെന്റൽ തിയറി നമ്മുടെ ഫിസിക്സ് വേൾഡിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്മിങ് ത്രൂ ആൻ ആക്ഷൻ പ്രിൻസിപ്പിൾ. അത് ഇവിടെ ഉണ്ട്. ആക്ഷൻ പ്രിൻസിപ്പിൾ ഒക്കെ നമുക്ക് എഴുതാം. ഓക്കെ. അടുത്തതായി PM ഫ്രാൻസിസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. ഗ്രേറ്റ് ടോക്ക് ആയിരുന്നു. വളരെ സിമ്പിൾ, ക്ലിയർ ആൻഡ് ഇൻ ഡെപ്ത്. ഓക്കെ, താങ്ക് യു. ആൻഡ് എനിക്ക് രണ്ട് ചെറിയ ചോദ്യം ഉള്ളത്. ഒന്ന്, എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ് എന്ന് പറഞ്ഞ, അതായത് സ്റ്റാറ്റിക് യൂണിവേഴ്സിന്റെ ബൗണ്ടറിയിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും അതിന്റെ ഇൻസൈഡിലുള്ള മെറ്റീരിയൽ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാണെന്ന് അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ആ കൺക്ലൂഷനിൽ എത്തിയത്? ഒരു കണ്ടുപിടുത്തമാണോ? അതെങ്ങനെയാണ് അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഒരു ചോദ്യം. ബേസിക്കലി ഹൈപ്പോത്തസിസ്. ഓക്കെ. അപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ once you found that gravity and thermodynamics are closely linked together, and gravity is nothing but the thermodynamics of space-time, hence you should believe that space-time can be hot. ഇത് അംഗീകരിക്കപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, സ്പേസ് ടൈം ക്യാൻ ബി ഹോട്ട്. ഇത് ബ്ലാക്ക് ഹോൾസിന്റെ കേസിൽ മാത്രമല്ല, അല്ലാതെ ഐൻസ്റ്റീൻസ് തിയറിയിലെ ഗ്രാവിറ്റി എന്ന് പറയുന്നതും ആക്സിലറേഷൻ എന്ന് പറയുന്നത് വൺ ആൻഡ് സെയിം ആണ്. അതേപോലെ നിങ്ങളൊരു പ്യുവർ ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദാറ്റ് സ്പേസ് ടൈം ഈസ് ഹോട്ട്. അങ്ങനെ ഒരു തിയററ്റിക്കൽ ഡിസ്കവറി ഉണ്ട്. ആക്സിലറേറ്റഡ് ഒബ്സർവേഴ്സ് ത്രൂ ഫ്ലാറ്റ് സ്പേസ് ടൈം will see that the space time is hot.
അപ്പോൾ ഗ്രാവിറ്റി ഈ തെർമോഡൈനാമിക്സും തമ്മിൽ അത്രത്തോളം ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ആദ്യം വെളിവായത് ബ്ലാക്ക് ഹോൾസിലാണെങ്കിലും അതൊരു ബ്ലാക്ക് ഹോൾസിന്റെ മാത്രമേ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ മോർ ജനറൽ പ്രോപ്പർട്ടി ഓഫ് ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ സ്പേസ് ടൈമിന് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കൂടിയേ തീരും. അപ്പോൾ ഇവിടെ എൻ ബൾക്കും എൻ സർഫും നിങ്ങൾ അങ്ങനെ ഒരു ഇക്വേഷൻ, അതായത് there are matter in the universe, they are gravitating. You can find the number of atoms using Boltzmann principle. At the same time, you believe that space is hot. Therefore, space must have a microscopic structure. And at the fundamental level, space is actually two-dimensional space-time. Therefore, if you take Planck area as the minimum area up to which you can probe, and you can assume that the Planck area is corresponding to the size of one space atoms, then you can calculate the number of space atoms for any space. Okay, അപ്പോൾ അങ്ങനെ assume ചെയ്യുകയാണെങ്കിൽ അല്ലേ? അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് you can calculate the space atoms, Okay. right? Now, what do you mean by static space, and what do you mean by a dynamic space, right? That these things are also defined in Einstein's gravity. Static space അവിടെയും ഡിഫൈൻ ചെയ്യാം, ഡൈനാമിക് സ്പേസും ഡിഫൈൻ ചെയ്യാം, റൈറ്റ്? ഈ അപ്രോച്ചിൽ യുവർ സ്റ്റാറ്റിക് സ്പേസ് ഈസ് ടേൺ ഔട്ട് ടു ബി എ സ്പേസ് വെയർ ബൗണ്ടറിയിലെ സ്പേസ് ആറ്റംസും ബൾക്കിലെ മാറ്റർ ആറ്റംസും തുല്യമാണ്. അതൊരു ഹൈപ്പോത്തസിസ് ആണ്. പക്ഷെ ആ ഹൈപ്പോത്തസിസ് വെച്ച് നിങ്ങൾ ഒരു ഇക്വേഷൻ എൻ സർഫ് ഈസ് ഈക്വൽ ടു എൻ ബൾക്ക് ഉണ്ടാക്കുമ്പോൾ you can naturally prove that this equation is exactly similar to Einstein's equation for static space. അതിന് പ്രൂഫ് ഉണ്ട്. N surf is equal to N bulk for static space is exactly identical to the Einstein's equation for static space. അങ്ങനെയാണെങ്കിൽ ഡൈനാമിക്സിന് കാരണം ഇവരുടെ ഡിഫറൻസ് ആണ്. Okay, so you can write a new equation for the dynamics of space time, which generated by, or dynamics is generated by the difference between the N surf and the N bulk. There also you can show that at appropriate limits, it will give the dynamical equation of Einstein. Okay. സാർ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ആറ്റംസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യപ്പെടുമോ? അത് നോർമൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഈ എമർജൻസ് സ്പേസ് തിയറി പറയുന്ന സ്പേസിന്റെ ആറ്റംസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ വല്ല പ്രഡിക്ഷൻസ് ഉണ്ടോ? സ്ട്രൈറ്റ് അവേ ഉത്തരം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അത്രയും ചെറിയ ലെങ്തിലേക്ക് പ്രോബ് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല. കാരണം ഇത് പ്ലാങ്ക് ലെങ്തിലേക്ക് ആ ഒരു ചെറിയ സ്കെയിലിലേക്ക് പോകണം. കാരണം ഒരു മോളാർ വോളിയം ഒരു മാറ്ററിന്റെ എടുത്തു കഴിഞ്ഞാൽ 10⁻23 ആറ്റംസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിലും ഇന്ന് അറ്റോമിക് സ്ട്രക്ചറൊക്കെ പ്രോബ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ഈ അടുത്ത കാലത്താണ് നമുക്ക് അതിനൊക്കെ സാധിച്ചത്. പക്ഷെ അതിലും താഴെ പോകണം. ഇതിപ്പോൾ 10⁻23 അല്ല, അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. ഒന്ന് 10⁻70 ആണ്. ഒരു സെന്റിമീറ്റർ സ്ക്വയർ 10⁻70 സ്പേസ് ആറ്റംസ്. അപ്പോൾ ഇറ്റ് ഈസ് more than 10⁻50 times smaller than. Oh, particle accelerators will not help. അതെ, പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്പേസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഗ്രാവിറ്റേഷൻ വേവ്സ് ക്യാച്ച് ചെയ്യാൻ തന്നെ നമുക്ക് വളരെ മൈന്യൂട്ട് സ്കെയിലുള്ള ഓസിലേഷൻസ് മെഷർ ചെയ്യേണ്ടി വന്നു. അതും നമ്മുടെ മറ്റേ എന്താ പറയുക ലേസർ ഇന്റർഫെറോമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു സ്കെയിൽ വരെ പോകാൻ പറ്റിയിട്ടുള്ളൂ. അതിലും താഴെ പോകാനായിട്ട് പറ്റുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ യു ഷുഡ് ഫൈൻഡ് സം വെരി സ്ട്രോങ് വെരി ന്യൂ കോൺസിക്വൻസസ് ഓഫ് ദ ആറ്റംസ് ഓഫ് സ്പേസ് ടൈം ഇൻ ദ മാക്രോ വേൾഡ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഈ സ്പേസിൻ്റെ ആറ്റംസ് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പുതിയ ഇഫക്റ്റ് പ്രഡിക്റ്റ് ചെയ്യപ്പെടുകയും അത് മൈക്രോസ്കോപ്പിക് ലെവലിൽ ഒബ്സർവേഷനിലൂടെ വെരിഫൈ ചെയ്യുകയും ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ 100% ഈ തിയറി വിശ്വസിക്കാം.
അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വിചാരിക്കാം. പക്ഷെ തെറ്റാണെന്ന് നമുക്ക് 100% തള്ളുന്നതിലും കാര്യമില്ല. കാരണം സ്പേസ് ടൈം ഈസ് ഹോട്ട്. അപ്പോൾ നമ്മുടെ കൺവെൻഷണൽ രീതി അനുസരിച്ച് സ്പേസ് ടൈം ഹോട്ട് ആണെങ്കിൽ അതിന് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കൂടിയേ തീരും. ബിക്കോസ് ഇറ്റ് ഈസ് എ റാൻഡം കൈനറ്റിക് എനർജി. അത് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഉണ്ടെങ്കിലേ പറ്റും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ സൈസ് ഈ സ്മോൾ. അപ്പോൾ ക്ലിയർ കട്ട് ആൻസർ നിയർ ഫ്യൂച്ചറിലൊന്നും നമുക്ക് അത്രയും ചെറിയ ലെങ്തിലേക്ക് പ്രോബ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പ്രോബിങ് ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 2 സെഞ്ചുറിക്കകത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. പകരം ഇതിൻ്റെ ഇഫക്റ്റ് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് വേൾഡിൽ റിയലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു വെരിഫിക്കേഷനുള്ള സാധ്യത കാണും. ഓക്കെ, താങ്ക് യു. വേറൊരു കാര്യം, ഈ മാറ്ററിന്റെ ആറ്റംസിന്റെ കേസിൽ നമുക്ക് മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ, പിന്നെ കാനോണിക്കൽ എൻസെമ്പിൾ, ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ എടുക്കുമ്പോൾ അതിനകത്ത് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഉണ്ട്. ഇത് ഒരു സിസ്റ്റം ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ ആണ് ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾ പോലും എക്സ്ചേഞ്ച് ചെയ്യും എനർജിയുടെ കൂടെ തന്നെ. ഇവിടെ ഇപ്പോൾ സ്പേസ് ആറ്റംസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സ്പേസ് ആറ്റംസ് എന്തായാലും ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഈ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് പോവുകയില്ല, സ്പേസിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുകയില്ല. അല്ല, നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഇപ്പം എൻസാമ്പിൾ തിയറി വെച്ച് ആക്ച്വലി യു ആർ ഫൈൻഡിങ് സം ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്? സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ ഗ്രാൻഡ് കാനോണിക്കൽ ആറ്റംസ് ഒബേ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നമ്മളിപ്പോ ക്ലാസിക്കൽ ലെവലിലാണെങ്കിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടം ലെവലിലാണെങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്ക് വേണമെങ്കിൽ സ്പേസ് ആറ്റംസിന്റെ കാര്യത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ദേ ആർ ഒബേയിങ്? What is the distribution function it's satisfying? Just like matter atoms. എന്റെ ഡൗട്ട് വരുന്നത്, ഫോർ എക്സാമ്പിൾ എൻസെമ്പിൾ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, എൻസെമ്പിൾ ബേസിസിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സ്പേസ് ഇപ്പൊ ഗ്രാൻഡ് അല്ല, എൻസെമ്പിൾ രീതി നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും what we are ultimately interested in, what is the basic statistics, what is the distribution function, അല്ലേ? മാക്സ്വെൽ ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, അതോ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ? ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ അതിൽ ഫെർമി ഡിറാക് ആണോ, അതോ മനസ്സിലായി, പറഞ്ഞെനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ ആണെങ്കിൽ സ്പേസിന്റെ ബൗണ്ടറി കൂടെ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് നടക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പം സർഫസിൽ അതിനനുസരിച്ചുള്ള ഫ്ലക്ച്വേഷൻ വരണം, സർഫസ് നമ്പറിലും. അത് അങ്ങനെ ഈ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്, അല്ല, അത്തരം കാര്യങ്ങളിലേ നമുക്ക് എന്താ പറയാ, അങ്ങനത്തെ ക്ലാരിറ്റി ഒന്നും ആയിട്ടില്ല. ബട്ട് വൺ ക്യാൻ സെർച്ച്, ഇറ്റ് ഈസ് സ്റ്റിൽ ഓപ്പൺ. അടുത്തതായി ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ PM നാരായണൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഹരീഷ്, ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പെട്ടെന്ന് ഞാൻ ചില ക്വസ്റ്റ്യൻസ് വായിക്കാം. രമേശ് MV ചോദിച്ചിട്ടുണ്ട്, understand that the universe is expanding due to the difference between numbers of atoms and space atom, which is higher in number. Space atoms ആണോ matter atoms ആണോ higher in number എന്നാണ് ചോദിച്ചത്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസ് ദാറ്റ് ഡിഫറൻസ് n star minus n bulk, സ്പേസ് ആറ്റംസ് ആണ് കൂടുതൽ. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിവേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിവേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണോ, അതോ അതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ. Both these are generating. Both gravitating matter atoms and space atoms are generating from some fundamental objects, but that difference is decreasing. A difference ആണ് ഡൈനാമിക്സ് ഡ്രൈവ് ചെയ്യുന്നത്. The universe, this dynamics is proceeding to decrease this difference. So there must all possibilities that at some time in the future this difference will be zero and the dynamics will be ceased, where n sub is equal to n bulk. Okay. ശരിക്കും ഈ സ്പേസിന്
റിപ്പലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, മാറ്ററിനാണെങ്കിൽ അട്രാക്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ബേസിക്കലി ദിസ് ഈസ് എ ടഗ് ബിറ്റ്വീൻ attraction and repulsion. Space has got an energy, you can take it as a repulsive energy, and matter has got an energy that is attractive in nature. Space in a repulsive nature, matter in attractive nature. ഈ ഒരു ടഗാണ് ഈ എക്സ്പാൻഷന് കാരണം. When they neutralize, the dynamics will be ceased. അടുത്തതായിട്ട് ഈ സ്പേസ് ടൈംസ് ആറ്റംസ് വിസിബിൾ മാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ജഹാങ് എന്ന് പറഞ്ഞ ഒരാളുടെ നിന്ന്. ആൻഡ് ഡസ് ഇറ്റ് ഗീവ് സ്പേസ് ടൈം എ ഫിസിക്കൽ എക്സിസ്റ്റൻസ്? അല്ല, സാധാരണ മാറ്ററിന്റെ ആറ്റംസ് വെച്ചാണെങ്കിൽ നമുക്ക് സ്റ്റിൽ ഒരു അവകാശം അങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതിയല്ലോ. സ്പേസിന് ഒരുപാട് പെക്യുലിയർ പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന്, അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ആന്റി ഗ്രാവിറ്റേറ്റിംഗ് ആണ്. രണ്ട്, അതിന്റെ ഫണ്ടമെന്റൽ ലെവലിൽ അത് 2 ഡയമെൻഷനലാണ്. പ്ലാങ്ക് ഏരിയയാണ് ഒരു ബേസിക് ആറ്റംസ് സ്പേസ് ആറ്റത്തിന്റെ സൈസ് ആയിട്ട് എടുക്കുന്നത്. സോ ദേ ആർ നോട്ട് ഈക്വാലന്റ് ടു ഈച്ച് അതർ. മൂന്നാമതായിട്ട് ഒരു ഫാൻസ്വർത്ത് എന്ന് പറഞ്ഞ ആള് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൺസർവേഷൻ ലോസും അതുപോലെ ഐസോട്രോപ്പി ഓഫ് സ്പേസ് ടൈമും എങ്ങനെയാണ് ഈ തിയറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ കൺസർവേഷൻ ലോസും അതുപോലെ തന്നെ ഐസോട്രോപ്പി ഓഫ് സ്പേസ് ടൈമും എങ്ങനെയാണ് ഈ ലോയില് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് തെർമോഡൈനാമിക് ലോസ് ഈ ഒരു തിയറിയിൽ കുറച്ചും കൂടെ ബാക്കിയുള്ള ബേസിക് ലോസിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ എന്താ പറയാ, is there any remarks on dimensionality of geometry of space? Geometry of space ടൈമിന്റെ ഡയമെൻഷനാലിറ്റിനെ പറ്റി എന്തെങ്കിലും നമുക്ക് ഈ തിയറി വെച്ച് പറയാൻ പറ്റും? അതുപോലെ തന്നെ if space atoms exist, how can we empirically test its presence? ആദ്യത്തെ ചോദ്യം കൺസർവേഷൻ ലോസും സ്പേസ് ടൈം. കൺസർവേഷൻ ലോവും പിന്നെ ഐസോട്രോപ്പി. ഓക്കെ. കൺസർവേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സിന്റെ അടിസ്ഥാന പ്രമാണമാണ്. കൺസർവേഷൻ ഓഫ് എനർജി ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സ്. And if you take Einstein equation as the correct equation of gravity, then Einstein equations are highly non-linear. So നമുക്കിത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് വേണ്ടി സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്ന സിമെട്രീസ്. അപ്പം നമ്മൾ പ്രപഞ്ചത്തിൽ മാറ്റർ യൂണിഫോം ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അസംഷൻ ഇട്ടെടുക്കാം. പക്ഷെ പിൽക്കാലത്തുള്ള ഒബ്സർവേഷൻസ് കാണിച്ചിരിക്കുന്നത് ഗാലക്സീസ് എന്നുള്ള കോമ്പാക്ട് ഒബ്ജക്ട്സ് ആണ് യൂണിവേഴ്സിൽ വിതരണം ചെയ്തിട്ടുള്ളതെങ്കിലും ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂണിഫോം. ഓക്കെ, സോ മാറ്റർ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന കർവേച്ചറും യൂണിഫോം ആയിരിക്കും. അപ്പോൾ മാറ്റർ യൂണിഫോം ആണെങ്കിൽ സ്പേസും യൂണിഫോം ആണ്. കാരണം ജോമെട്രി ഓഫ് സ്പേസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാറ്റർ. സോ ഇഫ് യു ഹാവ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ, then the effect of that on space should also be uniform. So the curvature is the same at any part of the universe at a given instant of time. Matter in dynamics ഉണ്ടെങ്കിൽ സ്പേസിന് ഡൈനാമിക്സ്. അപ്പോൾ ഈ ഡെൻസിറ്റി യൂണിഫോം ആയിട്ടാണ് കുറയുന്നത് കൊണ്ട് മാറ്ററിന്റെ സ്പേസിന്റെ കർവേച്ചർ യൂണിഫോം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ യൂണിഫോമിറ്റി നമ്മൾ ഐൻസ്റ്റീൻ ഇക്വേഷനിൽ ഒരു അഡീഷണൽ കൺസ്ട്രെയിന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുകയാണ് നിങ്ങളുടെ പ്രപഞ്ചം എങ്ങനെ ഇരിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ആ ഒരു അഡീഷണൽ കൺസ്ട്രെയിന്റ് നിങ്ങൾ ഐൻസ്റ്റീൻ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ഈ നോൺ ലീനിയറും പിന്നെ 10 ഇക്വേഷൻസും ഒക്കെ ഒരുപാട് സിംപ്ലിഫൈ ചെയ്യപ്പെടും. അങ്ങനെയാണ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മാറ്റർ യൂണിഫോം എന്നാണ്. ആ ഒരു അഡീഷണൽ കൺസ്റ്റന്റ് നമ്മൾ ഐൻസ്റ്റീൻ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ഡൈനാമിക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒബ്സർവേഷനിൽ വി ആർ സീയിങ് ദാറ്റ് യൂണിവേഴ്സ് ഈസ് യൂണിഫോം. അല്ല, ഡയറക്ട്ലി ഐൻസ്റ്റീൻ ഇക്വേഷൻ ഡസൻറ്റ് പ്രെഡിക്റ്റ് ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് യൂണിഫോം. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ ഇൻപുട്ട്. ഇറ്റ് ഈസ് കമ്മിങ് ബേസിക്കലി ഫ്രം ദ ഒബ്സർവേഷൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ തെർമോഡൈനാമിക് ലോസിനെ കുറച്ചും കൂടെ പ്രിമിറ്റീവ് അല്ലെങ്കിൽ
വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ലോസ് ട്രീറ്റ് ചെയ്യുന്നത് അതർ ദാൻ കമ്പയർഡ് ടു അതർ ഡൈനാമിക്കൽ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? നമ്മൾ ഇപ്പം ഫണ്ടമെന്റൽ ലോസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഉണ്ട്, ഇലക്ട്രോഡൈനാമിക്സ് ഉണ്ട്, പിന്നെ വീക്ക് ഉണ്ട്, സ്ട്രോങ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ ഇൻട്രാക്ഷൻസ് എല്ലാം ഫോഴ്സ് ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദേ ഹാവ് അണ്ടർഗോൺ ചേഞ്ചസ് അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ടൈം. ഇപ്പോൾ ഗ്രാവിറ്റി തിയറി ന്യൂട്ടൻ്റെത് വന്നു, അത് കഴിഞ്ഞ് ഐൻസ്റ്റീനിലേക്ക് മാറി. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി തന്നെ എത്രയോ വ്യത്യാസങ്ങൾ വന്നു. അവസാനം അത് ക്വാണ്ടം തിയറി, ഇലക്ട്രോഡൈനാമിക്സ് ആയി. പക്ഷേ നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ലോസ് ആണ് ഇതുവരെ യാതൊരു അറ്റാക്കിനും വിധേയമാകാതെ അൺചേഞ്ചബിളായിട്ട് ആർക്കും കോൺകർ ചെയ്യാൻ പറ്റാത്ത സ്ട്രെങ്തിൽ നോ വേരിയേഷൻ. ഫസ്റ്റ് ലോ ഈസ് റിമെയിൻ ആസ് ഫസ്റ്റ് ലോ റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ടിങ് ടിൽ നൗ. Second law is still remaining as the second law without any change. So there is some sanctity in the laws of thermodynamics, right? Because it is basically formulated from direct observations. Thermodynamics formulate ചെയ്തത് അങ്ങനെ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് വെച്ചാണ് എംപീരിക്കൽ ലോസ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തത്. മറ്റു പലതും എംപീരിക്കലായിട്ട് ഫോർമുലേറ്റ് ചെയ്തെങ്കിലും ദർ ഈസ് ആൻ എലിമെന്റ് ഓഫ് എന്താ പറയുക, മനുഷ്യന്റെ ഭാവനയുടെ എലിമെന്റ്സും കടന്നുകൂടിയിട്ടുണ്ട്. ഓക്കെ, therefore that theories has got a evolution, but thermodynamics അങ്ങനെ ഇല്ല. പിന്നെ just like conservation law, we don't want to break the laws of thermodynamics. We take them as so fundamental because we are seeing that it is എന്താ പറയുക, ഇതുവരെ ആർക്ക് റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഫണ്ടമെന്റൽ ലോസ് ആണ്. അതിനൊരു ചേഞ്ചിനും വിധേയമാക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇഫ് യു സീ an instance or a situations where any of this law is breaking down, നമ്മൾ ആ ലോസിന്റെ പരാധീനതയായിട്ടല്ല എടുക്കുന്നത്. ഒന്നുകിൽ ആ പ്രോസസ്സ് വിശദീകരിക്കുന്ന മറ്റ് ഫണ്ടമെന്റൽ ലോസിന്റെ പരാധീനത, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്തതിലുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ്. അതാണ് ബ്ലാക്ക് ഹോൾസ് എൻട്രോപ്പി, യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുമെന്ന് കണ്ടപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് എൻട്രോപ്പി ലോ ശരിയല്ല, യു ഷുഡ് അറ്റ്ലീസ്റ്റ് ചേഞ്ച് വെൻ യു വാണ്ട് ടു കൺസിഡർ ഗ്രാവിറ്റി. അങ്ങനെ ചെയ്യാതെ നമ്മൾ അപ്പുറത്തെ ദിശയെ കൂടെ എടുത്തത്. വൈ? വി ഫാമിലി ബിലീവ് ദാറ്റ് തെർമോഡൈനാമിക്സ് ഈസ് കറക്റ്റ്, സോ വി ഷുഡ് ചേഞ്ച് ദ ലോസ് ഓഫ് ഗ്രാവിറ്റി, റൈറ്റ്? അങ്ങനെയാണ് ബ്ലാക്ക് ഹോൾസ് റേഡിയേഷൻ കണ്ടുപിടിച്ചതും അങ്ങനെയാണ് സെക്കൻഡ് ലോയിന്റെ വയലേഷൻ നമ്മൾ മാറ്റിയതും. അപ്പോൾ ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് റിയലി ബ്ലാക്ക്. അപ്പോൾ അതുകൊണ്ട് തെർമോഡൈനാമിക്സ് ലോസ് ഹാസ് ഗോട്ട് എ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇൻ ദ ലോസ് ഓഫ് ഫിസിക്സ്, ഇൻ ദ എൻറ്റയർ ലോസ് ഓഫ് ഫിസിക്സ്. മറ്റ് ലോസുകളെക്കാളും കുറച്ചുകൂടി ഒരു 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 ഉയർന്ന സാങ്ക്ടിറ്റി തെർമോഡൈനാമിക്സ് ലോസിനുണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. Because everything is compared with that, and we strongly believe that laws of thermodynamics are so strong, and every fundamental theory should satisfy the fundamental laws of thermodynamics. If any violation is occurring, that we do not consider it as drawback of thermodynamics, but we consider it as the drawback of the theory. What is the next question? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു തോന്നുന്നു. ഇനി നെക്സ്റ്റ് അവസാനമായിട്ട് നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് കാരണം കൊണ്ട് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. PM നാരായണൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, sorry, just a clarification, like, ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം ചിന്തിക്കുന്നത്, എന്നെയൊക്കെ സംബന്ധിച്ചോളം ചിന്തിക്കുന്നത് ഞാനൊരു ക്ലാസിക്കൽ ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ പഠിച്ചു വന്നിട്ടുള്ള ഒരു ഇതെന്നാണ്. അപ്പം എനിക്ക് ഒരുപാട് സാറിന്റെ ലെക്ചറിൽ ഒരുപാട് സിമിലാരിറ്റീസ് തോന്നി ഞാൻ പഠിച്ചതുമായിട്ട്. സോ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പം നേരത്തെ ഫ്രാൻസിസ് സൂചിപ്പിച്ച പോലെ n bulk ഈസ് ഈക്വൽ ടു n surf ആണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റാറ്റിക്. ഇപ്പൊ ഇതിലുള്ള ഡിഫറൻസ് ആണ്, n ബൾക്കിനും n സർഫിനും ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് ഇതിനിടയ്ക്കുള്ള ഈ ഡൈനാമിക്സിനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ആ ഡൈനാമിക്സ് ആണ് ഈ തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് ആയിട്ടുള്ളൊരു ഒരു ഇതായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ നേരത്തെ ഞാൻ ചോദിച്ചതാണ്. അപ്പൊ എനിക്കൊരു സംശയമാണ്, മേ ബി നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ BSc പഠിക്കുന്ന സമയത്ത്. അപ്പം രണ്ട് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതൊരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റോ ഉണ്ടാവുന്നുള്ളൂ. n ബൾക്കും n സർഫും
ഒന്നാണെങ്കിൽ there is no potential difference, there is no transaction, it's become kind of ideal, it become frozen. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം കണ്ടൻസ്ഡ് സ്പേസ് ഇപ്പൊ ഇങ്ങനെ രണ്ട് ഈ എൻ ബൾക്കും എൻ സർഫും ഈക്വൽ ആവുന്ന അവസരത്തിലും സ്പേസ് കണ്ടൻസ് ആവുകയും അങ്ങനെ കണ്ടൻസ് ആവുന്ന സ്പേസിനെ നമ്മൾ മാറ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു ഇമാജിനേഷൻ ആണ്. കാരണം ഈ ക്വാണ്ടം ഫിസിക്സിൽ ഒരുപാട് ഇമാജിനേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇമാജിനേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യമാണ്. താങ്ക് യു. കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്പേസിനെ ആറ്റം മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം എൻ ബൾക്ക് ഈസ് ഈക്വൽ ടു എൻ സർഫ് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് യാതൊരു ഡൈനാമിക്സും ഇല്ല. അത് ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെ സ്പേസ് ഡെഡ് ആവുമ്പം അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ആവുമ്പം വളരെ മൈക്രോ പാർട്ടിക്കിൾസ് കണ്ടൻസ്ഡ് ആവുമ്പം അത് മാറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണോ? അതാണ് സ്പേസിൽ ഒരുപാട് സ്പേസിൽ വികർഷണം എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. അങ്ങ് പറഞ്ഞു ഇപ്പൊ വികർഷണമാണ് സ്പേസിന്റെ ഒരു സ്വഭാവം എന്നതും മാറ്ററിന്റെ ഒരു സ്വഭാവം എന്നത് ആകർഷണമാണെന്നതും അങ്ങ് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ ചോദ്യം. അതായത് സ്പേസ് കണ്ടൻസ്ഡ് ആവുമ്പം ഈ വികർഷണാവസ്ഥ ഇല്ലാതായി ആകർഷണത്തിന്റെ അല്ലെങ്കിൽ അട്രാക്ഷന്റെ ഒരു ഫേസിലേക്ക് ഒരു എമർജിങ് പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നതാണോ മാറ്റർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഒരുക്കുന്നതാണ് ഒരു ചോദ്യം. മേ ബി എ ക്രേസി ക്വസ്റ്റ്യൻ, ബട്ട് ഐ വുഡ് ലൈക്ക്. അല്ല എനിക്കവിടെ മനസ്സിലാകാത്തത് തന്നെ കണ്ടൻസേഷൻ എന്നുള്ള ഐഡിയ അവിടെ എങ്ങനെ വന്നു എന്നുള്ളതാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇക്വാലിറ്റി ഓഫ് ടു നമ്പേഴ്സ്. One is the number of atoms on the property. Condensation I am asking because these two, n bulk is equal to n surf. If these two, it is not one into the other. ഇത് ഈക്വൽ ആവുന്നതോടുകൂടെ അതിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. അതൊരു transaction we are assuming. It's equilibrium transaction. Yeah, there is an equilibrium. Equilibrium. It's not converting one atom into another type of atom. Absolutely, it's an equilibrium. Equilibrium ആകുമ്പോഴോടുകൂടെ അതൊരു സ്റ്റാറ്റിക് സ്പേസിലേക്ക് സ്റ്റാറ്റിക് ആവും. It is not contained. It is not space atoms are condensing into matter atoms or matter atoms are converting into space atom. Nothing like that. Okay. Yeah. Okay. They have their own evolutions. But the difference between them will detect the evolution of the space. Okay. And one question നിങ്ങൾ ഒരു aesthetic sense ൽ വേണം ചോദിക്കാം. Can you convert space atoms into matter atoms? Yeah, absolutely. അതാണ് എൻ്റെ ഒരു ചോദ്യം. Because today we know that there is no difference. There is all you can convert radiation into matter and matter into radiation at some appropriate situations. Right. So അങ്ങനെ ഒരു സിമെട്രി ഉണ്ട് മാറ്ററിന് റേഡിയേഷനുമായിട്ട്. മാറ്ററിന് വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. റേഡിയേഷന് വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. അങ്ങനെ ഒരു ഈസ്തറ്റിക് സെൻസ് വെച്ചിട്ട് നമുക്ക് ചിന്ത ഫിസിക്സിന്റെ ഏതെങ്കിലും ലോകത്ത് അതിൽ കുറച്ചൊരു എക്സ്ട്രീം രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് അതൊരു എന്താ പറയാ, ഇപ്പം ഡിബ്രോയി മാറ്ററിന് വേവ് നേച്ചർ പറഞ്ഞത് അതിന് വേവ് നേച്ചർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ല. ഈ ഒരു ഈസ്തറ്റിക് സെൻസ് കൊണ്ട് മാത്രം പ്രപ്പോസ് ചെയ്തത്. റേഡിയേഷന് ഡ്യുവൽ നേച്ചർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മാറ്ററിന് ആയിക്കൂടാ? ഇതായിരുന്നു ഡിബ്രോയി ചോദിച്ച ചോദ്യം. മാറ്ററിന് എന്തുകൊണ്ട് വേവ് നേച്ചറോട് ആയിക്കൂടാ? അങ്ങനെ ആ ചോദ്യത്തിൽ നിന്നുള്ള പുള്ളിയുടെ എന്താ പറയാ, അന്നത്തെ കാലത്ത് വേണമെങ്കിൽ ഭ്രാന്തൻ ആശയം എന്ന് പറയാം. ആ ആശയമാണ് പുള്ളിയുടെ PhD തീസിസ് ആയിട്ട് കൊടുത്തത്. എന്നിട്ട് പുള്ളിയുടെ PhD അവാർഡ് ചെയ്യാൻ ആദ്യം തയ്യാറായില്ല. പിന്നെയാണ് അത് പലരും അതൊരു ഭ്രാന്തൻ ആശയമാണെങ്കിൽ ഇറ്റ് ഈസ് എ എന്താ പറയാ ഈസ്തറ്റിക് ഫിസിക്കലി പോസിബിൾ എന്നുള്ള രീതിയിലേക്ക് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് മാറ്ററിന് വേവ് നേച്ചർ ആകാന്നുള്ളതിന്റെ പ്രൂഫ്, ഒബ്സർവേഷണൽ പ്രൂഫ് വരും. അതേപോലെ വി ക്യാൻ ഈസ്തറ്റിക്കലി ബിലീവ് ദാറ്റ് there must be some symmetry between these atoms. Thank you. Anyway, it was a great lecture. I enjoyed it. Thank you so much. Okay. Thank you, Titus. It was a great talk. It was a great talk, and observing this
ഡിസ്കഷൻസ് ആൻഡ് അതുകൊണ്ടാണ് ഇത് 2.5 മണിക്കൂർ നീണ്ടുപോയി. ദാറ്റ് ഈസ് ഇങ്ങനെ 2.5 മണിക്കൂർ, നമ്മൾ 1 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചർച്ചകളൊക്കെ കാര്യം. അപ്പൊ ഇത്രയും നല്ലൊരു ടോക്ക് നടത്തിയ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം പറഞ്ഞ് ഓക്കെ തേജസ് സാറിന് സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഈ ടോക്ക് നിയന്ത്രിച്ച ഹരീഷിനും അതുപോലെ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ചോദ്യം ചോദിക്കുകയും ഈ ടോക്ക് കാണാൻ വരികയും ചെയ്ത എല്ലാ സയൻസ് പീപ്പിളിന്റെ പ്രേക്ഷകർക്കും സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. Okay. So thanks to Science people for giving me a second chance for a talk. And thanks all viewers, and also thanks to Harish, and also the first person, I forgot the name. ശ്രീകാന്ത്. Srikanth. Thank you. Yeah. Thank you all. Thank And you. also those who have asked interesting questions. Thank you.